പലപ്പോഴും വൃക്കരോഗ സാധ്യത, കിഡ്നി രോഗം ആദ്യത്തെ തിരിച്ചറിയുന്നതിന് ആൾക്കാർ വിചാരിക്കുന്നത് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ്. പലപ്പോഴും രക്തത്തിൽ ക്രിയാറ്റിൻ പരിശോധിച്ച് ക്രിയാറ്റിൻ നോർമൽ ആണെങ്കിൽ ഓക്കെ, വൃക്കകൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ക്രിയാറ്റിൻ അല്ല നമുക്ക് വൃക്കരോഗം കൂടുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിലോ, രക്തസമ്മർദ്ദം ഉയർന്ന അളവിലുണ്ടെങ്കിലോ, കുടുംബത്തിൽ വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ, ഉയർന്ന യൂറിക് ആസിഡ് ലെവൽ ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് രക്തത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓട്ടോഇമ്യൂൺ രോഗം, പ്രത്യേകിച്ച് ANA പോലെ SLE പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വൃക്കരോഗ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുന്നത് യൂറിനിൽ മൈക്രോ ആൽബുമിൻ എന്ന ഒരു ടെസ്റ്റാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ്. അതായത് മൂത്രത്തിനകത്ത് പ്രോട്ടീനിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നത് പരിശോധിക്കുന്ന യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അറിയാം. നിങ്ങൾക്ക് ക്രിയാറ്റിനൊക്കെ കൂടുന്നതിന് എത്രയോ നാൾ മുമ്പ് തന്നെ മൂത്രത്തിൽ ഇങ്ങനെ മൈക്രോ ആൽബുമിൻ കൂടി വരുന്ന അറിയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മൂത്രത്തില് പത കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ചെറിയ അളവിലുള്ള പത കുഴപ്പമില്ല, ഉയർന്ന അളവിൽ പത കാണുന്നുണ്ടെങ്കിൽ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. യൂറിൻ നിങ്ങൾ സ്പോട്ട് മൈക്രോ ആൽബുമിൻ പരിശോധിച്ച് കൂടുതലാണെങ്കിൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് ഈ റിപ്പോർട്ട് ഒന്ന് കാണിക്കുക. ഡോക്ടർ നിങ്ങൾക്ക് ആവശ്യമുള്ള വേണ്ട പരിശോധനകൾ നടത്തിക്കോളും. ഇതെല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യൂ.